ഹായ് ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് അധികം മസാലകളൊന്നും ചേർക്കാത്ത ഒരു സ്പൈസി പെപ്പർ ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ആയി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ. സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങാക്കൊത്തും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മളിതിൽ. സവാള നന്നായി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏലക്ക, പട്ട, ഗ്രാമ്പു, പച്ചമുളക് നടുകെ കീറിയിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. തേങ്ങാക്കൊത്ത് ആദ്യം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് മൂപ്പിച്ച് കോരിയെടുത്ത ശേഷം നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പു ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് നന്നായി ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കുരുമുളക് പൊടി നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് തക്കാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയിലേക്ക് മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് 1 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. തക്കാളി നന്നായി വഴണ്ടി വന്ന ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ യോജിപ്പിച്ച ശേഷം നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി ഒന്നുകൂടെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായി ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരം കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഫൈനലി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി പെപ്പർ ചിക്കൻ പുരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം, അഭിപ്രായം പറയണം. ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.